ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ ചക്കക്കുരു മുരിങ്ങയ്ക്കായും ചേർത്തുള്ള ഒരു തീയലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ തേങ്ങ വറുത്തെടുക്കുകയാണ്. അതിന് ഈ ചട്ടിയിൽ 1.25 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പകരം ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്. ചെറിയ ഉള്ളി ചേർത്താലാണ് രുചി കൂടുതൽ. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവോള എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഞാൻ സാധാരണ തേങ്ങ വറുക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കാറേ ഇല്ല. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടികൾ ചേർക്കാൻ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് ഒരു മിനിറ്റോളം ഒന്ന് മൂപ്പിക്കുക. പൊടികൾ ചേർത്തതിന് ശേഷം 1 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ തേങ്ങ വറുത്തത് ഇത് ഞാൻ സ്റ്റൗ ഓഫാക്കി സ്റ്റൗവിൽ നിന്നും മാറ്റുകയാണ്. ഇനിയും ചക്കക്കുരു മുരിങ്ങയ്ക്കായും കൂടി വേവിക്കുകയാണ്. ആദ്യം ഞാൻ വേവിക്കുന്നത് ചക്കക്കുരുവാണ്. കാരണം ചക്കക്കുരുവിന് കൂടുതൽ വേവുണ്ട്, മുരിങ്ങയ്ക്ക പെട്ടെന്ന് വേകും. അതുകൊണ്ട് ചക്കക്കുരു സ്വല്പം വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ മുരിങ്ങയ്ക്ക ചേർക്കുന്നുള്ളൂ. ഇത് 300 ഗ്രാം ചക്കക്കുരുവുണ്ട്. ഇത് ഞാൻ ഇതുപോലെ വട്ടത്തിൽ കണ്ടിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 എരിവുള്ള പച്ചമുളക് നെടുവെ പിളർന്നത്. ഇതിൽ 1/2 കപ്പ് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. പക്ഷേ ഇത് 1/4 കപ്പ് ചെറിയ ഉള്ളിയും, ചെറിയ ഉള്ളി കൂടുതലില്ലാത്തതുകൊണ്ട് 1/4 കപ്പ് സവോളയും കൂടെ അരിഞ്ഞാണ് ചേർക്കുന്നത്. ഇത് തേങ്ങ വറുക്കുന്നതിലും ഈ ചക്കക്കുരുവിലും ചെറിയ ഉള്ളി ഇടുന്നതാണ് ഈ കറിക്ക് ഏറ്റവും നല്ലത്. ഇതിൻ്റെ കറിവേപ്പിലയും കൂടെ ഇടണം. ഇതിൽ ഇളക്കി മൂടി വെച്ച് വേവിക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇത് ഇടയ്ക്ക് ചക്കക്കുരു വെന്തോ ഇല്ലയോ എന്ന് നോക്കണം. ചക്കക്കുരു വെന്തോ എന്ന് നോക്കട്ടെ. ഇത് ഒരുമാതിരി വേകാറായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി മുരിങ്ങയ്ക്ക ചേർക്കുകയാണ്. ഇത് 150 ഗ്രാം മുരിങ്ങയ്ക്കയുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കി മൂടി വെച്ച് ഇനിയും വേവിക്കണം. ചക്കക്കുരു വേകുന്ന സമയത്ത് തേങ്ങ വറുത്തത് ഞാൻ അരച്ചെടുക്കുകയാണ്. വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇത് ഞാൻ അരയ്ക്കുന്നത്. ഇനിയും തേങ്ങയിലേക്ക് സ്വല്പം വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് അരച്ചെടുക്കണം. മുരിങ്ങയ്ക്ക് വെന്തോന്ന് നോക്കട്ടെ. മുരിങ്ങയ്ക്ക് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർക്കുകയാണ്. സ്വല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഏകദേശം 1 കപ്പ് വെള്ളത്തോളം ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് സ്വല്പം പുളിയാണ് ചേർക്കുന്നത്. ഇത് നേരത്തെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണിത്. ഉപ്പ് കുറവാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി ഇത് ചൂടാക്കിയിട്ട് വേണം കടുക് താളിച്ച് ചേർക്കാനായിട്ട്. അരപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ ആവി പൊങ്ങുന്നിടം വരെ ചൂടാക്കിയാൽ മതി. ഇത് ഞാൻ സ്റ്റൗവിൽ നിന്നും മാറ്റി കടുക് താളിച്ച് ചേർക്കുകയാണ്. കടുക് താളിക്കുന്നതിന് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക്, 3 ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില. കടുക് താളിച്ച് ചേർത്തതിന് ശേഷം കുറച്ച് സമയത്തേക്ക് മൂടി വെക്കണം. ഇത് വളരെ രുചിയുള്ള തീയലാണ്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക.